അങ്ങനെ വീണ്ടും ആൾമാർക്കൻ ടാസ്ക് നമ്മുടെ സീസൺ 6 വന്നിട്ടുണ്ട്. ഓൾറെഡി സീസൺ 4 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ആ സീസൺ 4 നമ്മൾ റിയാസ് അങ്ങ് തകർത്താടിയ ഒരു ടാസ്ക് തന്നെയായിരുന്നു. ലക്ഷ്മിപ്രിയയായിട്ട് റിയാസ് ചെയ്ത ഭാഗങ്ങളൊന്നും മറക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഒരുപാട് കുടുകുടാ ചിരിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ എല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്തൊരു ടാസ്ക് തന്നെയായിരുന്നു. റിയാസിന്റെ ആ പ്രകടനം അതിഗംഭീരം തന്നെയായിരുന്നല്ലേ. അപ്പൊ ഫസ്റ്റ് എനിക്ക് ഈ ടാസ്കിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരുന്നത് റിയാസിനെയായിരുന്നു. ഇപ്രാവശ്യം എന്തായാലും നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാം പൊളിക്കും തന്നെ വിചാരിക്കാം. കാരണം ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുന്ന അർജുന്റെ ഒരു പ്രകടനത്തിനാണ്. കാരണം അർജുൻ ഓൾറെഡി ജാൻമണിയായിട്ട് മാറിയിട്ട് സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അർജുനാണെങ്കിൽ നോറയായിട്ടാണ് ചേഞ്ച് ആവുന്നത്. അപ്പൊ ഞാനത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അർജുന്റെ ഒരു പ്രകടനം കാണാൻ വേണ്ടി ശരിക്കും ഞാൻ വെയിറ്റിംഗ് തന്നെയാണ്. അടിപൊളിയായിട്ട് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ജിൻഡോ നമ്മുടെ ജാസ്മിനായിട്ട് തന്നെയാണ് മാറിയിട്ടുള്ളത്. അതും ഒരു തകർത്ത പെർഫോമൻസ് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും ഈ നമ്മുടെ ജാസ്മിൻ ആണെങ്കിൽ സിജു ആയിട്ടാണ് മാറിയിരിക്കുന്നത്. സിജു ആണെങ്കിൽ ശ്രീതു ആയിട്ടാണ് മാറിയിരിക്കുന്നത്. പിന്നെ ആരാണ് ശ്രീതു വന്നിട്ട് ഋഷി ആയിട്ടാണ് മാറിയിട്ടുള്ളത്. പിന്നെ നോറ വന്നിട്ട് അഭിഷേക് ആയിട്ടാണ് മാറിയിട്ടുള്ളത്. ഇത്രയും പിന്നെ ആരാണ് പിന്നെ അഭിഷേക് ആരായിട്ടാണ് മാറിയിട്ടുള്ളത്? അത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടാണ് മാറിയിട്ടുള്ളത്. എന്തായാലും ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവരെങ്ങനെയായിരിക്കും കാരണം ഒരു നമുക്ക് ഓൾറെഡി ആ ടാസ്ക് കണ്ടിട്ട് എക്സൈറ്റഡ് ആണ്. സീസൺ 4 ഫുൾ നല്ല ഒരു അടിപൊളി ടാസ്ക് തന്നെയായിരുന്നു. അതിഗംഭീരമായിരുന്നു. ഒട്ടും ബോറടിക്കാതെ ലൈവ് ആണെങ്കിൽ പോലും നമ്മൾ ഫുൾ ഇരുന്ന് കണ്ട ഒരു എപ്പിസോഡ് ആയിരുന്നു അന്നത്തത്. ലൈവിനകത്തൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്രാവശ്യം എങ്ങനെയാവുമെന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ എന്തായാലും എക്സൈറ്റഡ് ആണ്. അവരെങ്ങനെ അത് പെർഫോം ചെയ്യും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് നിങ്ങളും എക്സൈറ്റഡ് ആയിരിക്കും. നമുക്ക് കാണാം എന്തായാലും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും 10, 11 മണി 12 മണി ആ ഒരു സമയത്താണെന്ന് തോന്നുന്നു ടാസ്ക് കൊടുക്കുന്നത്. എന്തായാലും എല്ലാവരും നല്ല അതിഗംഭീരമായിട്ട് തന്നെ ചെയ്യട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്തൊന്ന് കാണാം. അതുപോലെ തന്നെ ടാസ്ക് കണ്ടിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. ബൈ.